CPIM-നെ വെട്ടിലാക്കി PK ശശിക്ക് മണ്ണാർക്കാട് നഗരസഭ ആയുർവേദ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിന് ക്ഷണം. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി PK കുഞ്ഞാലിക്കുട്ടി, മുഖ്യാതിഥിയായി VK ശ്രീകണ്ഠൻ MP എന്നിവരാണ് പങ്കെടുക്കുന്നത്. CPIM ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിനു പിന്നാലെ PK ശശിയെ ഉദ്ഘാടന പരിപാടിക്ക് വിളിച്ചതിന് പിന്നിൽ ദുരുദ്ദേശമെന്ന് CPIM-ലെ ഒരു വിഭാഗം. എന്നാൽ സർക്കാർ പ്രതിനിധിയായാണ് KTDC ചെയർമാൻ PK ശശിയെ ക്ഷണിച്ചതെന്ന് നഗരസഭ അധ്യക്ഷനും പറഞ്ഞു. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, എന്തായാലും വലിയ തരത്തിലൊരു വിവാദത്തിലേക്കൊക്കെ നീങ്ങാൻ ഉള്ള ഒരു സംഭവം തന്നെയാണ്. CPIM-നെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ PK ശശിയുടെ ഒരു തീരുമാനം എന്താണ്? എങ്ങനെയാണത് CPIM പ്രതിരോധത്തിലാവുന്നത്? PK ശശിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, പിന്നാലെ ഉണ്ടായ നടപടി, ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി. ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ നഗരസഭയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് KTDC ചെയർമാൻ കൂടിയായ PK ശശിയെ ക്ഷണിച്ചത്. സർക്കാർ പ്രതിനിധിയായിട്ടാണ് ക്ഷണിച്ചതെന്നുള്ളതാണ് നഗരസഭ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ PK ശശി സജീവമായിരുന്നപ്പോൾ പോലും നഗരസഭയുടെ പരിപാടികൾ വിളിക്കാതിരുന്ന UDF ഇപ്പോൾ വിളിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നുള്ളതാണ് CPM-ന്റെ ഒരു ഭാഗം പറയുന്നത്. മാത്രമല്ല, തരം താഴ്ത്തിയതിന് പിന്നാലെ ഈ PK ശശിയെ വിളിച്ചതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി CPM-ന്റെ ഒരു ഭാഗം പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPM-നുള്ളിൽ പ്രാദേശികമായി തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും PK ശശിയെ ഇത്തരത്തിൽ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് കാരണം ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പാർട്ടിയുടെ നേതൃത്വം ഇതുവരെ യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ PK ശശി നാളെ ഇത്തരത്തിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് പിന്നാലെ എന്തൊക്കെ പൊട്ടിത്തെറികളാണ്, എന്തൊക്കെ CPIM-നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. PK ശശിക്ക് മണ്ണാർക്കാട് നഗരസഭ ആയുർവേദ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനുള്ള ക്ഷണം എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്